ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് വരലക്ഷ്മി വ്രതമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വരലക്ഷ്മി ദേവി. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇങ്ങനെ വരലക്ഷ്മി ദേവീനെ ഉണ്ടാക്കി വെക്കും. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല VIP-കളൊക്കെ അവരുടെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ വരലക്ഷ്മി ദേവീനെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഇങ്ങനെ പണ്ട് താമ്പൂലം കൊടുക്കും. അതായത് ചിലപ്പോൾ സാരിയോ അല്ലെങ്കിൽ ജാക്കറ്റോ, അതായത് ജാക്കറ്റ് പീസ് ഉണ്ടാവില്ലേ, ജാക്കറ്റ് പീസോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുപ്പി വളയെങ്കിലും എല്ലാ മംഗല്യമുള്ള സ്ത്രീകൾക്കും കൊടുക്കും കേട്ടോ അവർ. അപ്പോൾ ഇത് എൻ്റെ ചേച്ചി ഉണ്ടാക്കിയതാണ്. അവർ താമസിക്കുന്നത് തമിഴ്നാട്ടിൽ ദിണ്ടിക്കല്ലാണ്. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലുണ്ടാക്കിയതാണ് ഇങ്ങനെ വരലക്ഷ്മി ദേവീനെ. എന്നിട്ട് എനിക്ക് വീഡിയോ അയച്ചു എന്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ സാധാരണ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ പൂജിക്കാറ്. വരലക്ഷ്മി ദേവിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്പലങ്ങളിൽ ഉണ്ടാക്കും കേട്ടോ. എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാക്കും വരലക്ഷ്മി ദേവീനെ. പിന്നെ നല്ല VIP-കളൊക്കെ അവരുടെ വീടുകളിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പൂജിക്കും. അപ്പോൾ ഭയങ്കര ചന്തമാട്ടോ നമുക്ക് വരലക്ഷ്മി ദേവീനെ കാണാൻ. അപ്പം ഞാൻ എങ്ങനെയാണ് വരലക്ഷ്മി വ്രതം എടുക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ കാലിലൊക്കെ മഞ്ഞൾ തേച്ചു കേട്ടോ. കാല് കണ്ടാൽ കഞ്ഞി കിട്ടില്ല. വയസ്സായ തള്ളയ കാലാണ് കണ്ടോ. ഞരമ്പുകളൊക്കെ പൊങ്ങി വന്നു എൻ്റെ ഇപ്പം തന്നെ വയസ്സായി. അപ്പോൾ എന്തായാലും കാലിൽ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. എല്ലാവരും സാരിയാണ് കൊടുക്കാറ്. ശിവേട്ടൻ എനിക്ക് നൈറ്റിയാണ് വാങ്ങി തന്നത്. ഞാൻ എന്തായാലും പുതിയ മാക്സിയൊക്കെ ഇട്ടിട്ട് കാലിലൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് അച്ചൂനും കാലിലൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നേരെ പൂജാ റൂമിലേക്ക് വന്നു. പൂജാ റൂമിലേക്ക് വന്നിട്ട് ഞാൻ ദൈവത്തിന് വാങ്ങിയത് ഒരു ജാക്കറ്റ് തുണിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സാരിയാണ് വാങ്ങി വയ്ക്കാറ്. ദൈവത്തിന് പുതിയ സാരി വാങ്ങി വയ്ക്കും. ഞാൻ സാരി ഒന്നും വാങ്ങിയിട്ടില്ല. ഞാനൊരു ജാക്കറ്റ് പീസാണ് വാങ്ങിയത്. നമ്മുടെ കയ്യിലുള്ളതല്ലേ നമ്മൾ ദൈവത്തിന് കൊടുക്കണം. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ബഡ്ജറ്റിന് അനുസരിച്ചിട്ടാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചു, കുളി കഴിഞ്ഞു, വിളക്ക് വെച്ചു. സത്യം വിളക്ക് വെച്ചു. എന്നിട്ട് ആദ്യം ഞാൻ അവിലും ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ഇതാണ് പ്രസാദമായിട്ട് വെച്ചത്. പിന്നെ ഇതാണ് ഞാൻ ദൈവത്തിന് വാങ്ങിയ ജാക്കറ്റ് തുണിയാണ് കേട്ടോ. ജാക്കറ്റ് തുണിയും പിന്നെ ഒരു ഡസൻ വളയും പിന്നെ ഞാൻ പൂക്കളും, അതായത് ജമന്തി പൂവും പിന്നെ റോസാപ്പൂവാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എനിക്കറിയാവുന്ന കുറേ നാമങ്ങളൊക്കെ ചൊല്ലി നേരെ അമ്പലത്തിൽ പോകാൻ റെഡിയാവാൻ പോയിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കോലം. മുടിയൊന്നും ഞാൻ ഇങ്ങനെയൊന്നും ആക്കിയിട്ടല്ല അമ്പലത്തിൽ പോയിട്ടോ. മുടിയൊക്കെ ക്ലിപ്പിട്ടിട്ടാണ് പോയത്. ഇത് വെറുതെ ചുമ്മാ ഇങ്ങനെ എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ അയച്ചിട്ടതാണ്. ഈ വീഡിയോ ശിവേട്ടൻ കാണുമ്പോൾ ചിലപ്പോൾ എന്നെ വെടിവെച്ച് കൊല്ലാനുള്ള സാധ്യതയുണ്ട്. സത്യം. അപ്പോൾ എന്നെ വെടിവെച്ച് കൊല്ലാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ നോക്കിയതാണ്. അപ്പോൾ ഇത് എൻ്റെ പുതിയ സാരി ആണോ എന്ന് ചോദിച്ചില്ല. ഞാൻ 2 പ്രാവശ്യം ഉടുത്തിട്ടുണ്ട് ഈ സാരി. എന്നാലും ഇതൊരു പുതിയ സാരി അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനിതൊക്കെ ഉടുത്തിട്ടാണ് ഇന്ന് അമ്പലത്തിൽ പോയിട്ടോ. അത്യാവശ്യം ശിവേട്ടൻ എന്താ പറയുക, ശബരിമലയ്ക്ക് പോയപ്പോൾ വാങ്ങി തന്ന നെക്ലസും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി അവിടെ വിളക്ക് വെച്ചു കേട്ടോ. ലക്ഷ്മി ദേവിക്ക് വിളക്ക് വെച്ചു. പിന്നെ അവിടെ വരലക്ഷ്മി ദേവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ തൊഴുതു. കുറച്ച് നേരം അമ്പലത്തിലിരുന്ന് നാമൊക്കെ ചൊല്ലി പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയിട്ടോ. അമ്പലത്തിൽ എല്ലാവരും അടിപൊളി സാരികളായിരുന്നു. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇന്ന് ഞാൻ ദൈവത്തിനെ കാണുന്നതിനേക്കാട്ടിലും കൂടുതൽ സാരികളിലേക്കാണ് നോക്കിയത്. എന്തൊരു ഭംഗിയാണ് ഓരോരുത്തരുടെ സാരി കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും സാരി എല്ലാം കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. എൻ്റെ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത്. അപ്പോൾ നമ്മുടെ പ്രേമലതകാരു, അതായത് എൻ്റെ അമ്മായിയമ്മയുടെ പൂജ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ എന്തായാലും തേങ്ങയും പഴവും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ തേങ്ങയൊക്കെ ഉടച്ച് വെച്ചു, പഴമൊക്കെ വെച്ചു. പിന്നെ അമ്മ ദൈവത്തിന് സാരി, ജാക്കറ്റ്, വള, പിന്നെ എന്താ പറയുക, പഴം ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അമ്മ ദൈവത്തിന് വേണ്ടി വാങ്ങിയ സാരി കേട്ടോ. ഞാൻ ജാക്കറ്റ് പീസ് കൊടുത്തപ്പോൾ അമ്മ സാരിയാണ് കൊടുത്തത്. പിന്നെ അമ്മ ജാക്കറ്റും സാരിയും വളയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ നാമം ചൊല്ലുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അമ്പലത്തിൽ പോണതിന് മുന്നേ പായസം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പം തന്നെ ദൈവത്തിന് വെക്കേണ്ട, എൻ്റെ നാമം കൂടെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും പായസവും പിന്നെ ഉഴുന്നുവടയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഉഴുന്നുവടയാണ്. കാണുമ്പോൾ തന്നെ അറിയില്ലേ അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കാൻ അറിയുന്നില്ല കേട്ടോ. ഉഴുന്നുവട ഇത് ഉണ്ടാക്കാൻ അറിയുന്നില്ല. കാരണം അത് എനിക്ക് എപ്പോൾ ഉണ്ടാക്കുമ്പോൾ എണ്ണയിലിടുമ്പോൾ വെറുതെ സത്യം എന്ന് പറയണ്ടല്ലേ, പടക്കം പൊട്ടിപ്പോൾ ആരും വിശ്വസിക്കാണ്ടാവും. അപ്പോൾ സത്യമാണ്, എനിക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അറിഞ്ഞില്ല എന്നല്ലല്ലോ നമ്മുടെ സന്തോഷം. എല്ലാവരുടെ വീട്ടിലും എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും ചെയ്യണ്ടേ. നമുക്ക് വന്നാലല്ലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മാത്രം ഒരു സങ്കടമല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും കുറേ ഉണ്ടാക്കും കേട്ടോ. പൊങ്കൽ അതൊക്കെ ഉണ്ടാക്കും. ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്തായാലും പായസവും ഉഴുന്നുവട ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ കാരണന്മാരും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ശിവേട്ടൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട. അനിയത്തി മരിച്ചു പോയിട്ടോ. അപ്പോൾ അതാണ് ശിവേട്ടൻ്റെ അനിയത്തി, ശിവേട്ടൻ്റെ അമ്മമ്മ, ശിവേട്ടൻ്റെ അച്ഛമ്മ അവരൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവർക്കും കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്കും കൊടുത്തു കേട്ടോ.
എന്നിട്ട് ഞാൻ ശിവേട്ടൻ്റെ അമ്മയ്ക്കും ശിവേട്ടൻ്റെ ചേച്ചിക്കും ഇതുപോലെ ഓരോ ജാക്കറ്റ് പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും ഞാനിങ്ങനെ ജാക്കറ്റും ഓരോ ഡസം വളയും വാങ്ങിക്കൊടുത്തു. പഴമൊന്നും ഞാൻ കൊടുത്തില്ല കേട്ടോ. ഞാൻ ജാക്കറ്റ് തുണിയും അതൊന്നും വീഡിയോ കൊടുത്താൽ മോശമല്ലേ, അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ശിവേട്ടൻ്റെ അമ്മയ്ക്കൊരു നീല കളർ ജാക്കറ്റ് വാങ്ങിക്കൊടുത്തു, ചേച്ചിക്ക് ഒരു ബ്രൗൺ കളർ അല്ല ചേച്ചി ഗ്രീൻ കളർ തോന്നുന്നു. 2 പേർക്ക് ഓർമ്മയില്ല, 2 പേർക്ക് ഞാൻ ഓരോ ജാക്കറ്റ് തുണി വാങ്ങിക്കൊടുത്തു. പിന്നെ ഇവിടെ അടുത്തൊരു സ്ത്രീ മാല ഇട്ടിട്ടുണ്ടായിരുന്നു, ഭവാനി മാല, അതായത് ചുവന്ന സാരി ഉടുക്കണ മാല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സ്ത്രീക്കും ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് അതിൻ്റെ കാലൊക്കെ പിടിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഈ ജാക്കറ്റ് എനിക്ക് അമ്മ ഇന്ന് തന്നതാണ്. ഞാൻ അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുത്തപ്പോൾ അമ്മ എനിക്ക് ഇങ്ങോട്ട് വരണം തന്നു. അപ്പോൾ ഇതാണ് അമ്മ തന്നത്. അമ്മ എനിക്ക് ജാക്കറ്റ് തുണിയും പിന്നെന്താ 2 പഴം, വെറ്റില, അടയ്ക്ക, 2 പൂവ്, പിന്നെ ഈ 2 ജാക്കറ്റ് തുണികൾ എനിക്ക് ചേച്ചി തന്നതാട്ടോ. ശിവേട്ടൻ്റെ ചേച്ചി, ഞാൻ ശിവേട്ടൻ്റെ ചേച്ചിക്ക് ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ശിവേട്ടൻ്റെ ചേച്ചി എനിക്ക് തിരിച്ച് 2 എണ്ണം തന്നു. പിന്നെ വളയും തന്നു കേട്ടോ. ഞാൻ ചേച്ചിക്കും അമ്മയ്ക്കും പച്ച കളർ വള വാങ്ങിക്കൊടുത്ത്, ചേച്ചി എനിക്ക് ചുവന്ന കളർ വള വാങ്ങി തന്നു. അമ്മ വളയൊന്നും തന്നിട്ടില്ല, അമ്മ പകരം പഴമാണ് തന്നത്. അപ്പോൾ ഇതാണ് ശിവേട്ടൻ്റെ ചേച്ചി എനിക്ക് വാങ്ങി തന്ന വള കേട്ടോ. ഇതിൽ കുറച്ച് വള ചേച്ചി വാങ്ങി തന്നതും പിന്നെ സെയിം വള തന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ 2ഉം കൂടെ ഒരുമിച്ചിട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, കാരണം ചേച്ചി വാങ്ങി തന്ന അതേ വള തന്നെ എനിക്ക് അമ്പലത്തിൽ നിന്നും കിട്ടി. 4 എണ്ണം കിട്ടി കേട്ടോ അമ്പലത്തിൽ നിന്ന്. ചേച്ചി 6 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു, 4 എണ്ണം അമ്പലത്തിൽ നിന്നും കിട്ടി. അപ്പോൾ ഒരേ കളറായതുകൊണ്ട് ഞാൻ ഒരുമിച്ചിട്ടു. അപ്പോൾ അങ്ങനെ 10 കുപ്പിവളയാണ് ഞാൻ കിടക്കിലിക്കലോ എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളിങ്ങൻ. അപ്പോൾ അങ്ങനെ കുപ്പിവളയൊക്കെ ഇട്ട് അങ്ങനെ 3 ജാക്കറ്റ് പീസും കൊടുത്തു. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് 3 ജാക്കറ്റ് തുണി, തിരിച്ച് എനിക്ക് കിട്ടിയതും 3 ജാക്കറ്റ് തുണി കേട്ടോ. ഇത് പിന്നെ എൻ്റെ പഴയ വളയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വരലക്ഷ്മി വ്രതത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിട്ട് സുഖമായിട്ട് ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങി.